Does smoking have an impact on lifting? First of all, hemoglobin എന്താണ് എന്ന് നോക്കാം. Hemoglobin are cellular structures that transports oxygen from the lungs to tissues. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ വാക്കെടുത്ത് നോക്കുമ്പോൾ അറിയാം, ഗ്ലോബിൻ മീൻസ് ഒരു പ്രോട്ടീൻ ചെയിൻ എന്തായാലും ഈ മോളിക്യൂളിൽ ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ ഹീം ഗ്രൂപ്പും ഇൻവോൾവ് ആണ്. ഒരു ഹീമോഗ്ലോബിനിൽ 4 പെപ്റ്റൈഡ് ചെയിൻ ഉണ്ട് വിത്ത് 1 ഹീം ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഈച്ച് പെപ്റ്റൈഡ് ചെയിൻ. So this is what a heme group looks like. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെൻട്രൽ അയോൺ ആറ്റം ആണ്. അതിന് ഭയങ്കര സിഗ്നിഫിക്കൻസ് ഉണ്ട്. സോ ഇതുകൊണ്ടായിരിക്കണം നമുക്ക് റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ അയോൺ ഡെഫിഷ്യൻസി ആയിട്ട് ലിങ്ക് ചെയ്യാനുള്ള കാരണം. ഹീം ഗ്രൂപ്പിലുള്ള സെൻട്രൽ അയോൺ ആറ്റം ആണ് നമ്മുടെ ഓക്സിജൻ മോളിക്യൂൾ ബൈൻഡ് ചെയ്യുന്ന ബൈൻഡിങ് സൈറ്റ്. ഓക്സിജൻ ആറ്റം ഈ ഹീം ഗ്രൂപ്പായിട്ട് ബൈൻഡ് ചെയ്തതിനു ശേഷം ഹീമോഗ്ലോബിൻ ഈ ഓക്സിജൻ മോളിക്യൂൾ ആവശ്യമുള്ള ടിഷ്യൂസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ബൈൻഡിങ് സൈറ്റിൽ വേറെ മോളിക്യൂൾസിനും ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ്. ദ ബോണ്ട് കാർബൺ മോണോക്സൈഡ് മേക്സ് വിത്ത് ഹീമോഗ്ലോബിൻ ഇസ് വേ സ്ട്രോങ്ങർ ദാൻ വാട്ട് ഓക്സിജൻ മോളിക്യൂൾ മേക്സ് വിത്ത് ഹീമോഗ്ലോബിൻ. സോ സ്മോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് വിൽ കമ്പീറ്റ് വിത്ത് ഓക്സിജൻ മോളിക്യൂൾസ് ടു ബൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ. കാരണം carbon monoxide affinity towards hemoglobin is way greater than oxygen molecule. So oxygen delivery to our tissues will be compromised. ഇത് കാരണം നമ്മുടെ ജിമ്മിലെ പെർഫോമൻസ് എന്തായാലും എഫക്റ്റഡ് ആവും. യുവർ പെർഫോമൻസ് വിൽ സഫർ ഫോർ ഷുവർ. അതുപോലെ സെല്ലുലർ ഗ്രോത്ത് റിപ്പയർ മെക്കാനിസംസ് വിൽ ബി ഡിസ്ട്രപ്റ്റഡ്. സോ വെയിറ്റ് ട്രെയിനിങ്, ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഡിസിപ്ലിൻ ഉപയോഗിച്ച് നിങ്ങൾ എന്തെല്ലാമാണ് അക്കംപ്ലിഷ് ചെയ്യാൻ നോക്കുന്നത്, അറ്റൈൻ ചെയ്യാൻ നോക്കുന്നത്, യു ആർ ഗോയിങ് അഗെയിൻസ്റ്റ് ഇറ്റ്. അങ്ങനെ ഒരു ഹാബിറ്റ് ആണ് സ്മോക്കിംഗ്. സോ വൺസ് അഗൈൻ, if you are really serious about fitness, I highly recommend you to quit smoking entirely.